RSSന്റെ നോമിനിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് RSSന്റെ നോമിനിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് RSSന്റെ പ്രചാരകനാണ്. ഇന്ത്യൻ ക്യാബിനറ്റ് എന്ന് പറയുന്നത് RSSന്റെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിൽ 19 സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയോ BJPയുടെ സഖ്യകക്ഷികളോ BJPയുടെ സഖ്യകക്ഷി ഭരണമോ ആണ്. ആ അർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വിധത്തിൽ ഇന്ത്യയെ മുഴുവൻ പിടിച്ചടക്കി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് RSS. കോൺഗ്രസ് ആകട്ടെ കേവലം 3 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 1952 ആദ്യമായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇത്രയേറെ വിജയിച്ച മറ്റൊരു സംഘടന ഈ ലോകത്ത് തന്നെയില്ല എന്ന് പറയേണ്ടി വരും. RSS ഒരു സക്സസ് സ്റ്റോറിയാണ്. RSS ഒരു വിജയഗാഥയാണ്.